നമസ്കാരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ മുസ്ലിം ഭരണമായിരിക്കും എന്നായിരുന്നു സംഘപരിവാർ മാത്രമല്ല CPM പോലും ആരോപിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതൊക്കെ BJPക്ക് വേണ്ടിയായിരുന്നില്ല, CPMന് വേണ്ടിയായിരുന്നു. AK ബാലൻ എന്ന മുതിർന്ന CPM നേതാവ് പച്ചയ്ക്ക് ഇത് തുറന്നു പറഞ്ഞു. ഇത് തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ UDFനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആക്രമണം. ലീഗിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ മുസ്ലിം ഭരണം വരാൻ പോകുന്നു എന്ന് അവർ തീർത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ഹിന്ദു വോട്ടിന്റെ ധ്രുവീകരണമായിരുന്നു ലക്ഷ്യം. പക്ഷേ ഹിന്ദു വോട്ടുകൾ അവർ വിചാരിച്ച പോലെ ധ്രുവീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരുമിച്ച് UDFന് വേണ്ടി വോട്ട് ചെയ്തു. അത്രമാത്രം പിണറായി വിജയനെ ജനം വെറുത്തിരുന്നു. മതത്തിനതീതമായി, രാഷ്ട്രീയത്തിനതീതമായി പിണറായിക്കെതിരെ ജനം വോട്ട് ചെയ്തത് പ്രതികാര ബുദ്ധിയോടെയാണ്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അടക്കമുള്ള വിവാദങ്ങളുണ്ടായപ്പോൾ ലീഗിന്റെ ശക്തമായ ഇടപെടലുണ്ടാവുകയും കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞത് ശരിയായി, ഇതാ മുസ്ലിം ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്നായിരുന്നു ഇക്കൂട്ടർ പറഞ്ഞത്. എന്നാൽ ഇത് ഷൂക്കെന്ന് VD സതീശൻ സംഖ്യയായിരിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത ഇതാണ്. ഒരു ദിവസം എണീക്കുമ്പോൾ അവൻ ഫേസ്ബുക്കോ ഇൻസ്റ്റയോ ഒക്കെ തുറക്കുമ്പോൾ അവൻ്റെ മുമ്പിൽ കാണുന്നത് എന്താണോ അത് ആവേശത്തോടെ അവൻ അങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങും. ട്രെൻഡാവും, തെറിവിളികളും ഗുസ്തിയും ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൻ്റെ പിതാവിൻ്റെ പേരായ വടശ്ശേരി ദാമോദരൻ മേനോൻ എന്ന് VD സതീശൻ ഉച്ചരിച്ചതായിരുന്നു ഈ മാറ്റത്തിൻ്റെ തുടക്കമായത്. അതോടുകൂടി മേനോൻ എന്ന തൻ്റെ ജാതി വിളിച്ചു പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയം കൊണ്ടുവരാൻ VD സതീശൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് സഖാക്കളാണ്. ഇതേ സഖാക്കളായിരുന്നു ഇന്നലെ വരെ VD സതീശൻ ഇസ്ലാമിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞിരുന്നത്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ അസ്ത്രമായിരുന്നു സതീശൻ പ്രയോഗിച്ചത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയുന്നത് വഴി താൻ മുസ്ലിം പക്ഷപാതിയാണ് എന്ന് ആരോപിച്ചിരുന്നവരുടെ വായടപ്പിക്കാൻ കഴിയുമെന്ന് സതീശൻ മനസ്സിലാക്കി. അതേസമയം ഇതിലെ ജാതിയെക്കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ എൻ്റെ പിതാവിൻ്റെ പേര് അങ്ങനെ പറഞ്ഞത് പേരങ്ങനെ ആയതുകൊണ്ടാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തത്തിൽ എൻ്റെ പിതാവിനെ ഓർത്തതിൽ എന്താണ് തെറ്റ്, എൻ്റെ അമ്മയെ കൂടി ഓർക്കാൻ കഴിയാത്തതിലാണ് ഖേദമെന്ന് പറയുമ്പോൾ ആ വിമർശനം ഉന്നയിച്ചവർക്ക് വായടക്കേണ്ടി വന്നു. സഖാക്കൾ പക്ഷെ പിന്നോട്ടില്ല. മുസ്ലിം ഭരണമാണ് എന്ന് പറഞ്ഞിട്ട് ഏൽക്കാതെ പോയതുകൊണ്ട് നല്ലത് സംഘിപ്പട്ടം കൊടുക്കുന്നതാണെന്ന്. സംഘിപ്പട്ടമാവുമ്പോൾ പാവപ്പെട്ട മുസ്ലിമുകളെ തെറ്റിദ്ധരിപ്പിക്കുക എളുപ്പമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം അടിമ എന്ന തരത്തിൽ VD സതീശനെ ക്രൂശിക്കാൻ ശ്രമിച്ചത് സതീശന് ഗുണം ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് ആ പട്ടം എടുത്തു മാറ്റി ഇനി അവർ സംഘിപ്പട്ടം ആഞ്ഞാഞ്ഞ് ചാർത്തുകയാണ്. ഇന്നലെ രാത്രിയിൽ സർക്കാർ ഇറക്കിയ ഒരു ഉത്തരവാണ് ഈ ആവേശത്തിന് തിരികൊളുത്താൻ കാരണം. സതീശന് സെക്രട്ടറിയായി രത്തൻ ഖേൽക്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു എന്ന വാർത്തയാണ് പെട്ടെന്നുള്ള ഈ പ്രകോപനത്തിന് കാരണം. രത്തൻ ഖേൽക്കർ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. രത്തൻ ഖേൽക്കർ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല, അദ്ദേഹം സെക്രട്ടറി മാത്രമായിരിക്കും. കാരണം അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കില്ല. രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത് ഒരു സംഘപരിവാർ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സഖാക്കൾ പറയുന്നു. അതിന് കാരണം മോദി സർക്കാർ നിയോഗിച്ച കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംഖ്യയാവണമല്ലോ. അതുകൊണ്ടാണ് ആ സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് പുറത്തു വരുമ്പോൾ BJPയുടെ മുദ്ര പതിച്ചു എന്ന ആരോപണം ഉണ്ടാവുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോലും അട്ടിമറിച്ച് VD സതീശനെ മോദി മുഖ്യമന്ത്രിയാക്കി എന്നാണ് സഖാക്കൾ പറയുന്നത്. അൻവർ ഷാഹി എഴുതുന്നു, കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ ഖേൽക്കർ ഇപ്പോൾ കേരള മുഖ്യമന്ത്രി സെക്രട്ടറി ആകുന്നു. ആരാണ് രത്തൻ ഖേൽക്കർ എന്ന് ഓർമ്മയുണ്ടോ? ഒരിക്കൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ BJP സീൽ വന്നപ്പോൾ അത് സാങ്കേതിക പിഴവ് മാത്രമാണെന്ന് വിശദീകരിച്ച കമ്മീഷനെ മറന്നുപോയോ? അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുന്നത്. കൂടുതൽ വിശദീകരണം വേണ്ടതില്ലല്ലോ. ഇന്ത്യയിൽ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ചോദ്യചിഹ്നങ്ങളാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം നിയമനങ്ങളെയും ബന്ധങ്ങളെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയരേണ്ടത് അനിവാര്യമാണ്. ഒരാളി ഷാജി ആവേശത്തോടെ എഴുതുന്നു, ബംഗാളിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ BJP ഗവൺമെന്റ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയാക്കി. കേരളത്തിൽ മേനോനും അതേ പാത പിന്തുടർന്ന് ഇലക്ടറൽ ഓഫീസറെ സെക്രട്ടറിയാക്കി. BJP ഓഫീസിലെ CN കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലെറ്റർ വന്നത് ആരും മറന്നിട്ടില്ല. ചില ഡീലുകൾ ഇങ്ങനെയാണ്, എന്നിട്ട് ആർക്കും സംശയമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് മനോജ് കുമാർ അഗർവാളിൻ്റെയും രത്തൻ ഖേൽക്കറിൻ്റെയും ചിത്രം വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നു. സഖാവ് സുനിൽ ശ്രീധരൻ്റെ പോസ്റ്റാണ് ഏറ്റവും ശ്രദ്ധേയം. രത്തൻ ഖേൽക്കർ നിങ്ങൾക്ക് പേരറിയുമോ? അറിയും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സുതാര്യവും സുഖവുമായി നടത്താൻ കേന്ദ്രം നിയോഗിച്ച ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അദ്ദേഹത്തിന് മേൽനോട്ടത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇതേ ഉദ്യോഗസ്ഥൻ തന്നെ നിയമിതനാവുന്നു. അതായത് കളി നിയന്ത്രിച്ച റഫറി ടീം മാനേജരാവുന്നു. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ആശങ്ക തോന്നുന്നുണ്ടോ? സകല ശാസ്ത്രീയ സർവേകളും
80 സീറ്റ് വരെ പ്രവചിച്ച തെരഞ്ഞെടുപ്പിൽ സതീശൻ മാത്രം 100-ൽ ഉറച്ചു നിന്ന യുക്തി എന്തായിരിക്കും? റിസൾട്ട് വരുന്നതിന് തലേന്ന് വന്ദേ ഭാരതിൽ പോയാൽ 1800 രൂപ ചെലവിൽ 4 മണിക്കൂർ എത്താവുന്ന മംഗലാപുരത്ത് 10 ലക്ഷം രൂപ ചെലവാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സംസ്ഥാനത്തെ മറ്റൊരാളും അറിയാതെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതിയുമായി NDA നേതാക്കളെ കാണാൻ സതീശൻ പോയത് എന്തിനാവും? 46 MLA-മാരുടെ പിന്തുണയും സോണിയയുടെ വീട്ടിൽ അടുക്കള ക്യാബിനറ്റ് സൗഹൃദവും ഉണ്ടായിരുന്നിട്ടും വേണുഗോപാലിന് സതീശൻ മറികടന്നത് എങ്ങനെ? വന്ദേമാതരം മുറിച്ചു മാറ്റിയ വരികൾ ഉൾപ്പെടെ പാടിച്ച സതീഷ് മേനോന്റെ സത്യപ്രതിജ്ഞയുടെ പൂരിശം ചടങ്ങ് കഴിഞ്ഞ് 23-ാം മിനിറ്റിൽ ഓർഗനൈസർ പുകഴ്ത്തിയത് എന്തിനാവും? ജീവൻ മരണ വകുപ്പ് വിഭജന തല്ലിൽ ധനകാര്യം, തുറമുഖം എന്നീ വകുപ്പുകൾ തന്നെ തല്ലി ജയിച്ചു വാങ്ങിയത് എന്തിനാവും? കൊടിക്കുന്നിൽ സുരേഷ് സതീശനൊരു അധികാരമോഹിയാണെന്ന് പറഞ്ഞപ്പോൾ അതേ എന്ന് തുറന്നു സമ്മതിച്ച മുഖ്യമന്ത്രി മോഹത്തിന് വേണ്ടി പൊളിറ്റിക്കൽ അധോലോകത്തിന് നടന്ന ഡീലുകൾ മറ്റെന്തൊക്കെയാവും? വിഷയം നിസ്സാരമല്ല. ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർക്ക് കാര്യമറിയേണ്ടതുണ്ട്. ഇത്തരത്തിൽ സഖാക്കൾ ഇന്നലെ രാത്രി തന്നെ സംഭവം കത്തിച്ചിട്ടുണ്ട്. സഖാക്കൾ മറന്നുപോകുന്ന ചില സത്യങ്ങളുണ്ട്. രത്തൻ ഖേൽക്കർ സിവിൽ സർവീസിലെ വലിയ സീനിയോറിറ്റി ഒന്നുമില്ലാത്തൊരു ഉദ്യോഗസ്ഥനാണ്. 2003-ലാണ് അദ്ദേഹം സർവീസിൽ കയറുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പിണറായി വശീകരിച്ച് അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല ഉദ്യോഗസ്ഥരെയൊക്കെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. തൽക്കാലം പുതിയൊരു സർക്കാർ ഭരണത്തിനെത്തുമ്പോൾ പിണറായി കാലത്ത് നിശബ്ദരായിരുന്ന ചിലരെയെങ്കിലും തെരഞ്ഞു പിടിച്ച് പദവി ഏൽപ്പിക്കാൻ മാത്രമേ കഴിയൂ. ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പിണറായിയുടെ അടുക്കള ക്യാബിനറ്റുമായി ബന്ധമുണ്ടാവും. അവരെയൊക്കെ ഒഴിവാക്കി വരുമ്പോൾ ആരെയെങ്കിലും കണ്ടെത്തേണ്ടി വരും. അതുമാത്രമാണ് സതീശൻ ഇവിടെ ചെയ്തത് എന്ന് തിരിച്ചറിയണം. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥൻ്റെയും നിയമനം സ്ഥിരമല്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ നിയമിക്കുന്ന ഉദ്യോഗസ്ഥനെ ഏതു നിമിഷവും മാറ്റാനുള്ള അവകാശം മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ നിങ്ങൾ സ്വയം ഇളിഭ്യരാവുകയാണ് എന്ന് മറക്കരുത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ജനതയോട് പറഞ്ഞത് PD സതീശൻ അധികാരത്തിൽ വന്നാൽ ഇവിടെ ഇസ്ലാമിക ഭരണം വരും, ഇവിടെ ഹിന്ദുവിന് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് PD സതീശനെ തോൽപ്പിക്കണമെന്നാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ നിങ്ങളുടെ ഭാഷ്യം ഇങ്ങനെയായിരുന്നു. ഇപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നു PD സതീശൻ മോദിയുടെ പ്രതിനിധിയാണെന്ന്. എന്തുകൊണ്ടാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതിയില്ലാത്തത് എന്നോർത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ തീർത്തു പറയുന്നു 80 സീറ്റും നേടി ജയിക്കേണ്ട ഇടതുമുന്നണിയുടെ വിജയം UDF-ന് മോദി തട്ടിപ്പറിച്ചു കൊടുത്തെന്ന്. എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളുടെ തലയിൽ കളിമണ്ണാണെങ്കിലും ഇങ്ങനെ സ്വയം വിഡ്ഢികളാവരുത്. അങ്ങനെയെങ്കിൽ പിന്നെ മോദിക്ക് വിജയം തട്ടിപ്പറിച്ച് BJP ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? BJP ഇക്കുറി 2020-യുമായി ചേർന്ന് BDJS-മായി ചേർന്ന് വലിയ വിജയപ്രതീക്ഷയോടാണ് മത്സരിച്ചത്. അങ്ങനെ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പ് തട്ടിപ്പറിക്കാനാണെങ്കിൽ മോദി ആ മോഷണ വസ്തു ഏൽപ്പിക്കേണ്ടത് BJP-ക്കാണ്, സതീശനല്ല, കോൺഗ്രസിനല്ല. ഇത്രയധികം തിരിച്ചടി ഉണ്ടായിട്ടും പറയുന്ന കാര്യത്തിൽ അല്പം പോലും ലോജിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചുവപ്പ് കാണുമ്പോൾ ജനങ്ങൾ കല്ല് പറക്കെറിയുന്ന കാലം വിദൂരമല്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക.